ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ടും തീർത്തു തരും. അവിടെ അപ്പോസ്തലനായ പൗലോസ് ആ വേദഭാഗം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ ദൈവം മാറ്റിയ സമയത്താണ് അപ്പോസ്തലനായ പൗലോസ് അത് എഴുതുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ അദ്ദേഹം പറയുകയാണ്, ദൈവസഭയ്ക്ക് ഉള്ളിലുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാൽ ആ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായിട്ടും അദ്ദേഹം വളരെ വിശ്വാസത്തോടെയാണ് പറയുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്കും വിശ്വാസത്തോടെ പറയാം, നമ്മുടെ ദൈവം പൂർണ്ണമായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി എന്ന് പറയാം, നമ്മുടെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ദൈവം ബുദ്ധിമുട്ട് തീർക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പറയുകയാണ്, ബുദ്ധിമുട്ടൊക്കെയും സകല എന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധിമുട്ടാണെങ്കിലും അതിന് മധ്യേ പ്രവർത്തിക്കാൻ കഴിയാത്ത ദൈവത്തെയല്ല, പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എല്ലാ ബുദ്ധിമുട്ടും എല്ലാം തീർക്കുവാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ എനിക്ക് കഴിയത്തില്ല എന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവിടെ അത് തീർക്കുന്നത് അവിടെ പറയുന്നു പൂർണ്ണമായിട്ടാണ് തീർക്കുന്നത്. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടും പൂർണ്ണമായിട്ടും തീർക്കാൻ കഴിയുന്ന ദൈവം, ആ ദൈവം നല്ലവനാണ്. കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ബുദ്ധിമുട്ട് വന്നു, എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ ആ സകല മണ്ഡലങ്ങളിലും കർത്താവിൻ്റെ സമയമായപ്പോൾ ദൈവം ആ ബുദ്ധിമുട്ടൊക്കെയും മാറ്റി തന്നു. അതെ, ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിശ്വാസരെ അടുത്ത് വരരുത്, വിശ്വാസരെ കടന്നു വരണം. ഇന്ന് നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നങ്ങളില്ല, നമുക്ക് മാത്രമേ പ്രശ്നമുള്ളെന്ന്. പക്ഷേ നമ്മൾ ചുറ്റുമുള്ളവർക്ക് അനേക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പലരോടും വ്യക്തിപരമായി സംസാരിക്കുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അത് പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടായിരിക്കാം, ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കാം, ഒരുപക്ഷെ മാനസിക നിലവാരങ്ങളിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. കുടുംബ ജീവിതത്തിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട്, തലമുറയുടെ വിഷയത്തിന് മേൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതേ ഹാലലി അവൻ്റെതായ വിഷയങ്ങളുടെ മേൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഒരുപക്ഷെ രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷേ എന്തുമാകട്ടെ, ഇന്ന് നമുക്ക് വിശ്വാസം പറയാം, കർത്താവേ എൻ്റെ ഏത് ബുദ്ധിമുട്ടാണ്, ഇന്നുള്ള ബുദ്ധിമുട്ട് തീർന്നാൽ നാളെ ബുദ്ധിമുട്ട് വരാതിരിക്കണം നിർബന്ധമില്ല. നാളെയും ഒരുപക്ഷെ ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷേ ഇന്ന് വിശ്വാസം നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൻ്റെ മഹത്വത്തോടെ ദൈവം തീർക്കും. ഇന്നലകളുടെ ബുദ്ധിമുട്ട് എൻ്റെ ദൈവം മാറ്റിയെങ്കിൽ ഇന്നത്തെ എൻ്റെ ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന് തീർക്കുവാൻ കർത്താവ് സർവശക്തനാണെന്ന് മാത്രമല്ല, ദൈവം തീർക്കുന്നത് മഹത്വത്തോടെയാണ് സ്വർഗ്ഗത്തിലെ ദൈവം തീർക്കുന്നത്. അതെ, നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്കൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് ഒരു പരിഹാരം വരുന്നത്? പല മനുഷ്യൻ്റെയും ബുദ്ധിക്കകത്ത് വെളിപ്പെടുവാൻ ഒരുപക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യവും. അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ദൈവം കടന്നു വരുമ്പോഴും ദൈവം പറയുന്നുണ്ട്, 100 വയസ്സായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, സാറായുടെ ഗർഭപാത്രം ഏകദേശം മരിച്ച അവസ്ഥയിലായപ്പോഴും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്, ഹല്ലേലൂയ, മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. പക്ഷേ ദൈവം പറയുന്നത്, എനിക്ക് ബുദ്ധിമുട്ട് യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ ഏത് വിഷയമാണെങ്കിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് നമുക്ക് വിശ്വാസം പറയാം, കർത്താവേ അത് എന്തുമാകട്ടെ, എൻ്റെ തലമുറയായിട്ട് കിടക്കുന്ന വിഷയങ്ങൾ കർത്താവേ അത് തീരത്തില്ല എന്ന് ചിന്തിച്ചേക്കാം. പിതാമഹന്മാരുടെ കടന്നു വന്ന ചില വിഷയങ്ങളുണ്ടായിരിക്കാം, അതൊക്കെ തീർക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ തിരുവചനം പറയുകയാണ്, സ്തോത്രം, ദൈവം പറയുന്നത്, അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണമാണ് ദൈവം തീർക്കുന്നത്. നമ്മുടെ സമ്പത്തിന് ഒത്തവണ്ണമല്ല, നമ്മുടെ കഴിവിന് ഒത്തവണ്ണമല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണമാണ് ദൈവം തീർക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് രാത്രി വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർദ്ധിക്കട്ടെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുവാനുള്ള
കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് പറയാം, ഞാൻ ബുദ്ധിമുട്ടുകളുടെ വിഷമങ്ങളുടെ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾ അദ്ദേഹം നിരത്തി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അദ്ദേഹം പറയുകയാണ്, അതിലൊക്കെയും ദൈവം എനിക്ക് ജയം തന്നു, അതിനെ മറികടക്കുവാനുള്ള ആ ദൈവശക്തിയും ദൈവകൃപയും ദൈവം എനിക്ക് തന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനിത് പറയുന്നത് ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഞാൻ കഷ്ടതയിലൂടെ കടന്നുപോയി. പക്ഷേ ഈ അവസ്ഥയിലൊക്കെ ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യാതെ, ദൈവത്തെ കുറ്റം പറയാതെ, നിരാശനായി പോകാതെ, അവിശ്വാസനായി പോകാതെ, പിന്മാറ്റത്തിൽ പോകാതെ, ഹല്ലേലൂയ, ഞാൻ അതിനകത്ത് ദൈവനെ നിർത്തി. അത് നിർത്തിയത് കൊണ്ടാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ, ദൈവം നമ്മളെ നിർത്തിയത് കൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. ഇന്ന് വിശ്വാസം പറയാൻ, കർത്താവേ, എന്നെ നിർത്താൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തെ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഞാൻ പഠിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, എനിക്കറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും എനിക്കറിയാം. അപ്പോൾ വിശപ്പിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു, സമൃദ്ധിയുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു, അതേ താഴ്ചയുടെ അനുഭവം, താണുപോകുന്ന അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ താണുപോകുന്ന അനുഭവങ്ങളൊക്കെ അദ്ദേഹം വന്നു, നിന്ദയുടെ അനുഭവങ്ങൾ വന്നു കാണും. പക്ഷെ അദ്ദേഹം പറയാണ്, എല്ലാം ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും വിശ്വാസത്തോടെ ശക്തിയോടെ അതിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള, ഹല്ലേലൂയ, സ്തോത്രം, തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ ഇടയാക്കി. ഞാനെല്ലാം ശീലിച്ചു. അതുകൊണ്ട് നാളെ ഒരു ബുദ്ധിമുട്ട് വരുമോ, നാളെ എൻ്റെ ജീവിതം എന്തായി തീരുമോ, എന്നുള്ള അവസ്ഥകൾക്ക് ഒരുപക്ഷെ നാളെ മാറ്റം വരുമോ എന്നൊക്കെ ചിന്തിച്ച് ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്. കിട്ടിയ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് കരയുന്നവരുണ്ട്. ഓർത്ത് വിഷമിച്ച് ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അദ്ദേഹം പറയുകയാണ്, എന്തൊക്കെയാണ് നാളെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം, സ്തോത്രം, അതിൻ്റെ മധ്യയെല്ലാം എന്നെ നടത്താൻ കഴിയുന്ന ദൈവം. ഒന്നും ഞാൻ നേടിയതല്ല, കർത്താവ് എന്നോട് തന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് എന്തെങ്കിലുമൊക്കെ നന്മ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാകുന്നത്. ആമേൻ. അപ്പോൾ ആ ബുദ്ധിമുട്ടിനകത്ത്, ആ വിഷമത്തിനകത്ത് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, അതിനകത്തൂടെ ഒരു പൊന്നുപോലെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാനും ജീവിതത്തിൻ്റേതായ അതല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും വിശ്വാസം കൂടാനും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ എല്ലാ അവസ്ഥയിലും സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുക, എന്ത് സംഭവിച്ചാൽ നല്ലത് കിട്ടിയ പലതും ഉയർച്ചകൾ കിട്ടുമ്പോൾ ദൈവത്തെ മറന്നുപോകും. പക്ഷെ ഉയർച്ച കിട്ടിയപ്പോൾ ദൈവത്തെ മറന്നില്ല. ചില കഷ്ടത വരുമ്പോഴേ ദൈവത്തെ ഓർക്കുള്ളൂ. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഉയർച്ചയുണ്ടെങ്കിലും കഷ്ടതയുണ്ടെങ്കിലും സുഖമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടുപോകത്തില്ല. ഞാൻ ദൈവത്തിനാണ് ആശ്രയിക്കുന്നത്. എനിക്ക് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കഷ്ടതയിൽ എനിക്ക് ജയം തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ കഷ്ടതയുടെ മധ്യത്തിലും അദ്ദേഹം പറയുകയാണ്, ഞാൻ അതിൻ്റെ മേൽ ജയമെടുത്തു. അദ്ദേഹം എങ്ങനെയാണ് ജയമെടുത്തതെന്ന് ചിന്തിച്ച് നോക്കിയാൽ ചില വചനം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ദൈവം, ആ സഭയോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ. അപ്പോൾ എൻ്റെ ദൈവമെന്ന് അദ്ദേഹത്തിന് പറയുവാൻ പൗലോസ് അപ്പോസ്തലന് പറയാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ദൈവം, സ്തോത്രം, ആ ദൈവമെന്ന് പറയുവാൻ, എൻ്റെ അപ്പ എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയണം. അതായി തീരണമെങ്കിൽ ഒരു ദൈവം ഇതിലായി തീരണം. വീണ്ടും ജനനത്തെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, കർത്താവിനെ ദൈവ മക്കളെന്ന അധികാരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ യേശു ക്രിസ്തുവിൽ സകലതും അത് ആമേൻ ആമേൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, എൻ്റെ ദൈവം, എൻ്റെ അപ്പ എന്ന് വിളിക്കാൻ എനിക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശിയായിട്ടാണ് ദൈവം എന്നെ മാറ്റിയത്. ക്രിസ്തുവിലുള്ള സകലതും യേശു ക്രിസ്തുവിൻ്റെ സകല വാഗ്ദത്തങ്ങൾക്ക് ഞാൻ അവകാശിയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, എൻ്റെ ആ ഒരു ഉറപ്പാണ് ദൈവമായിട്ടുള്ള വ്യക്തിപരമായൊരു കൂട്ടുബന്ധത്തിലേക്ക്. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട ദൈവമല്ല, സർവശക്തനായ ദൈവത്തിനുമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. പ്രാർത്ഥനകളിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ അനുഭവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ പറ്റി ഈ എബ്രഹാമിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എബ്രഹാം പറയുന്നത്, മകനുമായിട്ട് ഹോറിയ മലയിലേക്ക് കയറുമ്പോൾ 13 വർഷത്തിന് ശേഷം മകൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ എബ്രഹാമിൻ്റെ കയ്യിൽ ഒരു ഉറപ്പാണ്, എനിക്കൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇവനിലൂടെ ലോക ജനതകൾ അവർ അനുഗ്രഹിക്കപ്പെടും, നിന്നിലൂടെ ജാതി ഉത്ഭവിച്ചു വരും, ഇവനെ കൊന്നാലും ഇവൻ മരിച്ചാലും ഇവൻ എഴുന്നേൽക്കും. അത്ര ഉറപ്പോടെയാണ് എബ്രഹാം പോകുന്നത്. അപ്പോൾ ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ എബ്രഹാം തൻ്റെ മകനോട് പറയുന്നുണ്ട്, യഹോവ കരുതിക്കോളും. നമുക്കറിയാം, യഹോവ ഈരേ, ദൈവം കരുതിയിട്ടുണ്ട്. ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നത്തെയും
അതിനുശേഷം മല കയറിപ്പോയെന്ന് അബ്രഹാം താഴോട്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ടല്ല വരുന്നത്. അബ്രഹാം വരുന്ന സന്തോഷം, ഒരു വാക്തത്വം പ്രാപിച്ച നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് പറയുന്നൊരു വാക്തത്വവുമായിട്ടാണ് അബ്രഹാം താഴോട്ട് മലയിറങ്ങി വരുന്നത്. ജനം മരുഭൂമിയിൽ ഇറങ്ങിയപ്പോൾ മോശയോട് ചോദിച്ചൊരു കാര്യമുണ്ട്. 20 ലക്ഷം ജനവുമായിട്ട് നീ മരുഭൂമിയിലേക്കാണ് പോകുന്നത്. അവിടെ കടകളില്ല, അവിടെ പച്ചപ്പില്ല, അവിടെ താഴ്വാരങ്ങളിൽ, അവിടെ നദികളില്ല, ഒന്നുമില്ല. നീ എവിടെ നിന്ന് ഇവർക്ക് മേശയൊരുക്കുമെന്ന് ചോദിക്കുമ്പം എബ്രഹാം അതിനു മുമ്പിൽ പതറിപ്പോയില്ല. കാരണം മോശം പതറിപ്പോയില്ല. മോശയ്ക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന്, സർവശക്തനാണെന്ന്. മാത്രമല്ല അവൻ വിശ്വസ്തനായ ദൈവം ഒറ്റ ദിവസം പോലും ദൈവം മന്ന നിന്നു പോകുവാൻ ഇടയാക്കിയില്ല. ഹല്ലേലൂയ. വിശ്വാസം എത്രയെന്ന് പറയും. എൻ്റെ ജീവിതം 40 വർഷമെന്ന് പറഞ്ഞാൽ 40 വർഷം ഒരു ദിവസം പോലും ദൈവത്തിൻ്റെ അസാന്നിധ്യം മാറിപ്പോയില്ല. അവർക്ക് ബുദ്ധിമുട്ടുകളില്ലായിരുന്നിട്ടല്ല, മരുഭൂമിയിൽ കടന്നുപോയപ്പോൾ വെള്ളം ഇല്ലാത്ത വിഷയങ്ങൾ വന്നു. ഹല്ലേലൂയ. ചൂടിൻ്റെ അനുഭവങ്ങൾ വന്നു. പല വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ദൈവയുടെ ബുദ്ധിമുട്ട് ഓരോന്നോരോന്നായി ദൈവം തീർക്കുവാൻ തക്കണം. അവർക്ക് അവൻ്റെ കുറവുള്ളവൻ ഉണ്ടായിരുന്നില്ല എന്ന് തിരുവചനം എന്ന് പറഞ്ഞാൽ രോഗിയായിട്ട് ഒരു ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ സൗഖ്യമുണ്ട്. കഥാവരെ സൗഖ്യമാക്കിക്കൊണ്ടു. അത് ചെരുപ്പുകൾ തേഞ്ഞു പോയില്ല, ചെരുപ്പ് മേടിക്കാൻ കടയില്ല, പക്ഷേ ചെരുപ്പ് തേഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഏത് ബുദ്ധിമുട്ടാണെങ്കിലും ഒന്നുമില്ലായ്മയിലും എന്നെ കർത്താവിനെ നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയും. കർത്താവിൻ്റെ കരങ്ങൾ 5 അപ്പമേ ഉള്ളൂ, 2 മീനേ ഉള്ളൂ. പക്ഷേ ഒരു ബാലകൻ്റെ കരങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു അതിനെ എടുത്ത് വാഴ്ത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദി പറയുകയാണ്. അവിടെ ഗെത്സമനി വിട്ട് കാൽവരി ക്രൂശിലേക്ക് പോകുമ്പോഴും ഒരു സ്തോത്രം പാടിയിട്ടാണ് കർത്താവ് പോകുന്നത്. ഏത് അനുഭവത്തിലാണെങ്കിലും ഏത് ബുദ്ധിമുട്ടിലാണെങ്കിലും ഇന്ന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എത്ര പേർ ദൈവത്തിന് ആയിരിക്കുന്ന സ്ഥാനങ്ങളിലുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ജസ്റ്റ് താങ്ക് ദി ലോർഡ്. ഹല്ലേലൂയ. 5 അപ്പത്തെ നന്ദി പറഞ്ഞ് ഉയർത്തിയപ്പോൾ 5000 വിഷയങ്ങൾ, 5000-ലധികം പുരുഷന്മാരുണ്ട് യേശുവിൻ്റെ മുമ്പിൽ. പക്ഷെ ഒരുവനും കുറവുണ്ടായില്ല. മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവം കൊടുത്തു. 12 കൊട്ട നിറച്ച് ദൈവം കൊടുക്കുമ്പോൾ നിറവുണ്ട്. ദൈവം കൊടുക്കുമ്പോൾ കുറവ് വരത്തില്ല. ഹല്ലേലൂയ. ഒരു ഹാഗാറിന് ഒരു കുപ്പി ഒരു തുരുത്തി വെള്ളം അബ്രഹാം കൊടുത്തു. പക്ഷെ അതൊന്നും വില പോയില്ല. പക്ഷെ ദൈവം ഒരു ഉറവ തുറന്നു കേട്ടോ. സ്തോത്രം. അത് ഇന്നും തുറന്നിരിക്കുന്ന ദൈവം പറയുന്നു. വരുന്ന തലമുറയ്ക്ക് പോലും കുടിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഉറവ ദൈവം തുറന്നു. അങ്ങനെയാണ് എനിക്ക് വേണ്ടി ഉറവ തുറക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേർ പറയും കർത്താവേ ഞാൻ അങ്ങേ നോക്കിയാണിറങ്ങിയാൽ ബുദ്ധിമുട്ടുകൾ വരും, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകും. പക്ഷേ എന്നേക്കും ബുദ്ധിമുട്ടുകൾ അവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ അല്ല, അതിനകത്തുനിന്ന് മഹത്വത്തോടെ ഈ ദിവസങ്ങളിൽ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം സ്വർഗത്തിലും ഭൂമിയിലൊക്കെയും യഹോവയ്ക്കുള്ളതാണ്. സ്വർഗമെല്ലാം കർത്താവിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്ര വലിയ വിഷയമാണെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് നിസ്സാരമായ വിഷയമാണ്. കാരണം ഹല്ലേലൂയ, മഹാസമ്പന്നനായ സ്വർഗ ഭണ്ഡാരത്തിൽ ഒരു കുറവുമില്ലാത്ത ദൈവം. ഭണ്ഡാരത്തിനകത്ത് ഇന്ന് കുറവ് വന്നിട്ടില്ല. അത് കൊളോസ്യർക്ക് ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സകലതും അവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് യേശു സകലത്തിനും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ഏത് വിഷയത്തിന് മേലും ഇന്ന് കർത്താവിന് വിടുതലയ്ക്കുവാൻ വിശ്വാസത്തോടെ നമുക്ക് പറയാം. ഏത് രോഗമാണെങ്കിലും ഏത് ബന്ധനമാണെങ്കിലും കർത്താവിൻ്റെ നാമത്തെ അതിൻ്റെ മേൽ വിടുതലയക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നത്. ബാലകൻ്റെ കയ്യിലുണ്ടല്ലോ 5 അപ്പമുള്ള അമ്മ കൊടുത്തു വിട്ടതായിരിക്കാം. പക്ഷേ അത് ഫിലിപ്പോസിൻ്റെ കരങ്ങളിൽ കൊടുത്തു. ഫിലിപ്പോസ് യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാമുണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമായാകും പരിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. അപ്പോൾ ഈ ദൈവദാസന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ദൈവസഭ താങ്ങി. സ്തോത്രം. അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തീർന്നു. അപ്പോൾ ദൈവസഭയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു ദൈവദാസൻ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിന് വേണ്ടി വിടുതലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടോ, ദൈവം ഒരു നാളും കുറവ് വരാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ, ഒരു നാളും ദൈവം കുറവ് വരാൻ അതിന് ബുദ്ധിമുട്ടൊക്കെ നീതി രാജ്യം അന്വേഷിക്കും. ബാക്കി എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം ദൈവം തീർത്തരുവാൻ ആ ബാലകൻ കൊടുത്തതാണ്. പക്ഷേ 5000 പേർക്ക്
ആമേൻ വാരി വിതറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഉടുപ്പേ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിലിട്ട് തരും. അത് ഈ ദിവസങ്ങളിലും ആമേൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും ഒരിക്കലും നഷ്ടമാകത്തില്ല. ഇന്ന് അങ്ങനെയാണെങ്കിൽ വിശ്വാസം പറയാം, ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്. ആമേൻ ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്. ഒരു ചൂടേറിയ അനുഭവം ഉണ്ടെങ്കിൽ ഒരു തണുത്ത അനുഭവമുണ്ട്. ഒരു ശൂന്യത അനുഭവം ഉണ്ടെങ്കിൽ ഒരു നിറവിൻ്റെ അനുഭവമുണ്ട്. അതേ ഒരു കണ്ണീരോടെ ഒരു വിതയ്ക്കുന്നുണ്ടെങ്കിൽ ആർപ്പോടെ കൊയ്ത്തുണ്ട്. ദൈവങ്ങളിലേക്ക് ഒരുമിച്ച് കഥാവിന് മഹത്വം കൊടുക്കാം, കഥാവിന് നന്ദി പറയാം.